അജിംഷാദ്, പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിനുശേഷമായിരിക്കും പോയിന്റ് നിലകൾ പ്രഖ്യാപിക്കുക. ഇന്നത്തെ ആദ്യ ദിവസത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ നമ്മുടെ ഈ ഇല്ലത്തുത്സവം നടക്കുന്ന കേശൻ ന്യൂസിൻ്റെ ഈ ഒരു സ്റ്റോളും ചെറിയൊരു കലോത്സവ വേദി തന്നെയെന്ന് വേണം പറയാൻ. അതായത് വേദികളിലെ അവസരങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തരും സ്റ്റോളിലേക്ക്, നമ്മുടെ ഇല്ലത്തുത്സവത്തിലേക്ക് വരും. അവരവിടെ കാഴ്ചവെച്ച പ്രകടനങ്ങൾ ഇവിടെ വന്ന് കാഴ്ചവെക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സ്റ്റോളും ചെറിയൊരു വേദിയായിട്ട് ഇന്ന് മാറി എന്ന് വേണം തന്നെ പറയാൻ. ജിംഷാദ്, എൻ്റെ കൂടെ ഒരു അതിഥി കൂടിയുണ്ട്. നമുക്ക് അവളെ കൂടി പരിചയപ്പെടേണ്ടതുണ്ട്. ആയിഷ. ഏത് മത്സര ഇനത്തിനാ പങ്കെടുത്ത്? അറബി ഗാനം. ഏത് ജില്ലക്കാരിയാ? എൻ്റെ ജില്ലക്കാരിയാ. എൻ്റെ നാട് തിരുവനന്തപുരത്ത് നിന്ന് എത്തിയ ആളാണ്. അറബി ഗാന മത്സരത്തിനാണ് അവൾ പങ്കെടുത്തത്. റിസൾട്ട് വന്നോ? എ ഗ്രേഡ് ഉണ്ട്. അപ്പോൾ കൺഗ്രാജുലേഷൻസ്. ഇവിടെ ചൊല്ലുന്നുണ്ടോ? ഗാനം ചൊല്ലാവോ ഞങ്ങൾക്ക് വേണ്ടി? അജിംഷാദ്, അറബി ഗാനത്തിന് എ ഗ്രേഡ് നേടിയ തിരുവനന്തപുരത്തുകാരിയാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ അവൾക്ക് എ ഗ്രേഡ് നേടിക്കൊടുത്ത ആ ഒരു അറബി ഗാനം നമുക്കൊന്ന് കേട്ടു നോക്കാം. يا روحي بسريا إلى الله أتشا يا روحي بسريا إلى الله أصدق يا محيمن أسمع بالغينين مخلصا يا منجينا من وباء أصدق يا محيمن أسمع بالغينين مخلصا يا منجينا من وباء سد لي ديانتي يا باري سد لي هلاوتي في غمري لا أعرك والله نوري سد لي ديانتي يا باري سد لي هلاوتي في غمري في روفي منك دلي يا قلبي والله والله يا قلبي والله നന്നായിട്ടുണ്ട്. എന്തായാലും ഇതുപോലെ നിരവധി പേരാണ് രാവിലെ മുതലേ മത്സരത്തിന് ശേഷം നമ്മുടെ ഈ സ്റ്റോളിൽ വന്ന് അവരുടെ പ്രകടനങ്ങൾ കാഴ്ചവെച്ചത്. ഇത്തരത്തിൽ വരുന്ന കുട്ടിക്ക് കേരള വിഷന്റെ വക, നമ്മുടെ വക ഒരു സമ്മാനവും നൽകിയിട്ടുണ്ട്. അതിനു മുന്നേ നമുക്ക് അവളോട് കുറച്ച് വിശേഷങ്ങൾ കൂടി ചോദിക്കാം. ആദ്യത്തെ കലോത്സവമാണോ സംസ്ഥാനത്ത്? ആണ്, ആദ്യത്തെ കലോത്സവമാണ്. എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവം? വളരെ നല്ലതാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. മത്സരം എങ്ങനെ ഉണ്ടായിരുന്നു? മത്സരമൊക്കെ വളരെ എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചമായിട്ടാണ് അത്രയ്ക്കതായിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു. നല്ല കിട്ടിയതിൽ വളരെ എ ഗ്രേഡ് നേടിയതിൻ്റെ സന്തോഷത്തിലാണ്. അപ്പോൾ അവൾക്ക് കേശൻ്റെ വക, നമ്മുടെ വക, പ്രേക്ഷകരുടെ വക ഒരു സമ്മാനം കൂടി നൽകുന്നുണ്ട്. ഇത് ഞങ്ങളുടെ വക ഒരു ചെറിയ വലിയ ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.